മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രോഹിത്തിനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ സമയത്ത് തളർന്നു വീണതാണ് ബാലചന്ദ്രൻ. ആദ്യമൊക്കെ ശാഠ്യമായിരുന്നു രോഹിത്തിനെ പുറത്തിറക്കാൻ വേണ്ടി ഒരു കാരണവശാലും താൻ ശ്രമിക്കില്ലെന്ന്. പക്ഷേ വൈകിയാണെങ്കിലും ബാലചന്ദ്രന് തൻ്റെ തീരുമാനത്തിൽ മാറ്റം കൈക്കൊള്ളേണ്ടി വരുന്നു. കാരണം 2 പെൺകുട്ടികൾ ആ വീട്ടിലുണ്ട്. മാത്രമല്ല അലീനയും താൻ തൻ്റെ മകളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 3 പെൺകുട്ടികളുടെ ഭാവിയും കുടുംബത്തിൻ്റെ ചീത്തപ്പേരും തൻ്റെ മകനല്ലേ എന്തൊക്കെ പറഞ്ഞാലും അവനെ പുറത്തിറക്കണമെന്നുള്ള ആഗ്രഹം ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത് അലീന ആ ഒരു വിഷമം മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. ബാലചന്ദ്രന് വയ്യാതെ കിടക്കുന്ന ഈ സാഹചര്യത്തിൽ രോഹിത്തിനെ പുറത്തിറക്കാൻ തന്നാലാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് അലീനയും വാക്കു കൊടുക്കുന്നു. ഒരു വിധത്തിൽ രോഹിത്തിനെ ജാമ്യത്തിലിറക്കി അവൾ കൂട്ടിക്കൊണ്ടുവരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രോഹിത്തിനോട് അലീന പറയുന്നു, എന്തായാലും നീ തെറ്റുകാരൻ തന്നെയാണ്. കാരണം നീ നേരിട്ട് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നില്ല എങ്കിലും ഹരിയും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ആ പാവം പെൺകുട്ടിയെ പിച്ചു ചീന്തുന്നത് കണ്ട് അവിടുന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടവനല്ലേ നീ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ആ ഹരിയെങ്കിലും തടയാൻ സാധിച്ചെങ്കിൽ ആ പാവ ശരണ്യയ്ക്ക് ഇങ്ങനൊരവസ്ഥയുണ്ടാകില്ല എന്നൊക്കെ പറയുമ്പം കുറ്റബോധത്തിൽ ശരിക്കും പറഞ്ഞാൽ രോഹിത്തിൻ്റെ സ്വഭാവം ഒരുപാട് മാറിയെന്ന് തന്നെ പറയാം. ജയിലിൽ കടന്നപ്പോൾ അവൻ്റെ തെറ്റുകൾ ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. സ്വന്തം അച്ഛൻ്റെ മകളാണ് അലീനയെന്ന് പറഞ്ഞപ്പോൾ പോലും അവന് അലീനയെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്നാൽ ജയിലിൽ കിടന്ന അവനെ പുറത്തിറക്കാൻ മറ്റാരുമില്ലാത്ത സാഹചര്യത്തിൽ അലീനയാണ് തന്നെ പുറത്തിറക്കാൻ വന്നേ എന്നുള്ള സ്നേഹവും അലീനയ്ക്ക് തന്നോടുള്ള സ്നേഹവും അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അലീനയുടെ നിർദ്ദേശപ്രകാരം ശരണ്യെ കാണാൻ രോഹിത്തും കൂടെ ചെല്ലുന്നുണ്ട്. ശരണ്യയുടെ കാലിൽ വീണ് അവൻ മാപ്പ് അപേക്ഷിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എനിക്കറിയില്ലായിരുന്നു ഹരിയുടെ ഉദ്ദേശം. അലീന ചേച്ചി പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ശരണ്യയുടെ ജീവിതം ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ കരഞ്ഞപേക്ഷിക്കുന്ന സമയത്ത് ശരണ്യ പറയുന്നു, നീ എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം ആ ഹരി നിന്നെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇനിയെങ്കിലും നീ അലീന ചേച്ചിയെ മനസ്സിലാക്കണം. ചേച്ചിയാണ് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിൻ്റെ നിരപരാധിത്വം എന്നെ വ്യക്തമാക്കി തന്നത്. ഇനിയെങ്കിലും നീ കടന്നുപോയ വഴികളിൽ നിന്നും മാറി ചിന്തിക്കണം. ഞാൻ ഇത്രയൊക്കെ ധൈര്യത്തോടെ നിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് അലീന ചേച്ചി തന്ന ധൈര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ്. അലീന ചേച്ചിയുടെ മനസ്സ് ഇനിയെങ്കിലും നീ തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്ന് പറയുമ്പോൾ തെറ്റ് പറ്റിപ്പോയി. ഇപ്പം എനിക്ക് വ്യക്തമായിട്ടും എല്ലാവരെയും മനസ്സിലായി. ഇനി ഒരിക്കലും പഴയ രോഹിത്താകില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണെന്ന് ശരണ്യയ്ക്കും അതുപോലെ അലീന ചേച്ചിക്കും വാക്ക് കൊടുക്കുന്നുണ്ട് രോഹിത്ത്. ശേഷം ബാലചന്ദ്രൻ്റെ മുമ്പിലും അലീനയുടെ മുമ്പിലും അലീന രോഹിത്തിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. ഒരിക്കലും രോഹിത്തിന് ജാമ്യം കിട്ടുമെന്ന് വൈജയന്തിയും ബാലചന്ദ്രനും വിചാരിച്ചിരുന്നതേയില്ല. അലീന ഒറ്റയൊരുത്തി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ജാമ്യം കിട്ടിയതെന്ന് ബാലചന്ദ്രന് വ്യക്തമായിട്ടും അറിയാം. എന്നിട്ട് പോലും വൈജയന്തി അലീനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടിട്ട് ബാലചന്ദ്രൻ വൈജയന്തിയോട് ദേഷ്യപ്പെടുന്നു. ഇവൾ ഈ വീട്ടിൽ കയറി വന്ന കാലം മുതലാണ് ഈ വീട്ടിൻ്റെ സർവനാശം ഉണ്ടായെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി വൈജയന്തി? നാണമില്ലേ നിനക്കത് പറയാൻ? നീ നിൻ്റെ മക്കളെ നേർവഴിക്ക് നയിക്കാത്തതിന് ഇന്നലെ കയറി വന്ന അലീനയ്ക്കാണോ അതിൻ്റെ പഴി മുഴുവനും? എത്രയൊക്കെ പാഠം പഠിച്ചാലും നീ തിരുത്തില്ല. നിനക്കിപ്പോൾ സമാധാനം ആയില്ലേടാ? നീ ഒറ്റയൊരുത്തൻ കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട. എൻ്റെ മക്കൾ പഠിക്കാൻ പോയിട്ട് എത്ര നാളായെന്നറിയാമോ? പുറത്തിറങ്ങിയ കുട്ടികളെ എല്ലാവരും കളിയാക്കുക. ഇതിലും ഭേദം നിനക്ക് എന്നെ കൊന്നുകൂടായിരുന്നോ എന്നും ചോദിച്ച് വൈജയന്തി ആണെങ്കിൽ രോഹിത്തിനെ തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട്. രോഹിത്തിനെ തല്ലരുതെന്നും പറഞ്ഞ് അലീന അതിനിടയ്ക്ക് കയറുന്നു. ജയിലിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും ഒരുപാട് അപമാനവും തല്ലും ഏറ്റുവാങ്ങിയിട്ടുണ്ട് രോഹിത്ത്. ഇനി അമ്മയും അച്ഛനും കൂടി അവനെ അപമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് താങ്ങില്ല എന്ന് അലീന പറയുമ്പോൾ, നിനക്കൊക്കെ അങ്ങനെ പറയാം, ഇവനുണ്ടാക്കിയ മാനക്കേട് നിന്നെ ബാധിക്കില്ലല്ലോ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഹരി അവനെ പെടുത്തിയതാണെന്ന് അലീന പറയുമ്പോൾ, എൻ്റെ മകൻ്റെ സ്വഭാവം നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ? എൻ്റെ മനസ്സ് നീ ഇന്നും ആ പഴയ വേലക്കാരി തന്നെയാണ്. അല്ലാതെ കൂടുതൽ അധികാരം കാണിക്കാനൊന്നും നിൽക്കണ്ട. നിന്ന് കഴിഞ്ഞാൽ ഈ വൈജയന്തി ആരാണെന്ന് നീ അറിയും. നിങ്ങളെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. എല്ലാം എനിക്കറിയാം, എല്ലാം. അർത്ഥം വെച്ച് അലീന അങ്ങനെ പറയുന്നത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് വൈജയന്തിയും. അതേസമയം രോഹിത്തിന് ജാമ്യം കിട്ടിയ കാര്യം അറിഞ്ഞ് കമലയാണെങ്കിൽ കലി തുള്ളുന്നുണ്ട്. ഉറപ്പായിട്ടും ബാലചന്ദ്രനും വൈജയന്തിയും നല്ലൊരു എമൗണ്ട് ശരണ്യയുടെ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാകും. അവനെ മാത്രം അവൾ മൊഴി മാറ്റി പറഞ്ഞിറക്കിയിരിക്കുന്നു. അവർ കൊടുത്തതിൻ്റെ ഇരട്ടി കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഹരിയും പുറത്തിറക്കിയേ പറ്റൂ, അല്ലെങ്കിൽ മാനക്കേടാ മോനെ എന്നൊക്കെ കമല കരഞ്ഞു പറയുമ്പോൾ മനു പറയുന്നു, അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ശരണ്യയ്ക്ക് ബോധ്യമായതിനു ശേഷമാണ് അവൾ മൊഴി മാറ്റി പറഞ്ഞത്. ഹരി അങ്ങനെയാണോ?
കേസിലെ 1-ാം പ്രതിയെന്ന് മാത്രമല്ല, ഈ പ്ലാനിങ്ങിൻ്റെ തന്നെ മുഖ്യ സൂത്രധാരനാണവൻ. നിങ്ങളുടെ മോനെ വെറുതെ അങ്ങ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതല്ല, എല്ലാ തെളിവുകളോടും കൂടി തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അതുകൊണ്ട് ഈ പോക്സോ കേസിൽ നിന്ന് അവന് പുറത്തിറങ്ങണമെങ്കിൽ മിനിമം 5-6 മാസം കഴിയും. 5-6 മാസമോ? അതിനുശേഷം പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താടാ കാര്യം? അവൻ്റെ പോക്കും കൂട്ടുകെട്ടും അത്ര ശരിയല്ലെന്ന് ഞാൻ പലവട്ടം അമ്മയോട് വാൺ ചെയ്തു. അപ്പോൾ അമ്മയുടെ മോൻ പറയുന്നതാ വേദവാക്യം. മകനെ നിലയ്ക്ക് വളർത്തേണ്ട സമയത്ത് വളർത്താതെ തോന്നിയതുപോലെ വിട്ടേൻ്റെ ഫലം അനുഭവിക്കങ്ങോട്ട്. മനു കമലയെ കുറ്റപ്പെടുത്തി പോകുമ്പോൾ കമലയാണെങ്കിൽ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്, എന്ത് വേണമെന്നറിയാൻ വയ്യാതെ. അതേസമയം രോഹിത്താണെങ്കിൽ കേസിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങിയെങ്കിലും സ്വന്തം അച്ഛനും അമ്മയും പോലും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന കുറ്റബോധത്തിൽ സഹോദരിമാരാരും മിണ്ടുന്നില്ല. സ്നേഹിച്ച പെണ്ണ് പോലും ഇപ്പോൾ വിളിച്ചാൽ എടുക്കില്ല. മാത്രമല്ല അവൾ പോലും തന്നെ ഒഴിവാക്കി എന്നുള്ളൊരു വിഷമത്തിൽ കോളേജിലേക്കോ വീട്ടിൻ്റെ പുറത്തേക്കോ എങ്ങും പോകാതെ അടച്ചു മൂടിയിരിക്കുവാണ്. ആരെയും ഫേസ് ചെയ്യാൻ രോഹിത്തിനിപ്പം മനധൈര്യമില്ല. കാരണം താൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ്. അവൻ്റെ മനസ്സ് മാറ്റാൻ അലീന ആവുന്ന ശ്രമിക്കുന്നുവെങ്കിലും ചേച്ചിയും ശരണ്യൊക്കെ എന്നെ മനസ്സിലാക്കിയതുപോലെ എല്ലാവരും എന്നെ മനസ്സിലാക്കണമെന്നില്ല. ആരെങ്കിലും എന്നെ വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിച്ചാൽ അതെൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റില്ല ചേച്ചി. അതുകൊണ്ട് കുറച്ച് ദിവസം എനിക്ക് തനിയെ ഇരിക്കണം. അതും പറഞ്ഞ് രോഹിത്ത് വീണ്ടും റൂമിൽ കയറി കതക് അടച്ചിരിക്കുന്നുണ്ട്. ആഹാരമോ വെള്ളമോ ഒന്നും കഴിക്കാതെ. ശരണ്യെ കാണാൻ പോയ അലീന ചേച്ചിയോട് ശരണ്യ ഒരു ആഗ്രഹം പറയുന്നു. മറ്റൊന്നുമല്ല, ജയിലിൽ കിടക്കുന്ന ഹരിയെയും കൂട്ടരെയും കാണണം. അവർക്കിട്ട് 2 മറുപടി കൊടുത്തേ പറ്റൂ. അങ്ങനെ ഹരിയെ കാണാനായിട്ട് അലീനയും ശരണ്യമോളും കൂടി ചെല്ലുമ്പോഴത്തേക്കും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഹരി, എങ്ങനെയെങ്കിലും തങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം. നിനക്ക് എത്ര പൈസ വേണമെങ്കിലും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് തരാമെന്ന് പറയുമ്പോൾ, ഇല്ല, നീ എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒരു പാഠം പഠിപ്പിക്കാതെ ഈ ശരണ്യ പിന്നോട്ടില്ല. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു. നിൻ്റെ വാക്കുകൾ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അന്നേരം അലീന പറയുന്നു, ഒരു പെണ്ണിൻ്റെ മാനത്തിന് നിൻ്റെ പിച്ചക്കാശ് എന്ത് പോംവഴി ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് നീ കരുതുന്നത്? നീ ചെയ്ത തെറ്റിന് ഈ ജയിലിൽ കിടന്ന് പ്രായശ്ചിത്തം ചെയ്യ്.